ഇപ്പൊ ഐശ്വര്യ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞു കുറെ മൂവീസിൽ ചെയ്തിട്ടുണ്ട്, February 14th, പിന്നെ വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ ആ ഒരു വർഷങ്ങൾക്ക് ശേഷം ക്രൂ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ആണല്ലോ. ഇപ്പൊ ലാലേട്ടന്റെ മോനുണ്ട്, പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആക്ച്വലി ധ്യാൻ ശ്രീനിവാസൻ ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്, എനിക്കറിയാം. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഞാനാണ് അഭിനയിക്കുന്നതെന്ന് അറിയുന്നത്. വിനീത് ശ്രീനിവാസൻ, വിനീതേട്ടൻ എന്റെ സീനിയർ ആയിരുന്നു. വിനീതേട്ടനെയും എനിക്ക് അറിയാം. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ആ മൂവിയിലോട്ട് വന്ന വേറൊരു ആൾ ത്രൂ ആണ് വന്നത്. എനിക്ക് ഒരു ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് അന്ന് പോയപ്പം കണ്ടതേ. പക്ഷെ ഞാൻ കാണുമ്പോൾ തന്നെ പ്രണവാണെങ്കിലും ധ്യാനാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഓൾഡ് ആയിട്ടുള്ള ഒരു ഗെറ്റപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ബ്രേക്ക് ത്രൂ പോലെയായിരുന്നു. അതെ അതെ, നല്ല മൂവിയാണ്. അങ്ങനെ ഒരു മൂവിയില് നമ്മുടെ ബോക്സ് ഓഫീസിലും ഭയങ്കര ഹിറ്റ് ആയിരുന്നു. നിവിൻ പോളിനെ കണ്ടായിരുന്നോ? നിവിൻ അന്ന് കണ്ടിട്ടില്ല ഞാൻ. പ്രണവും ധ്യാനുമായിരുന്നു. നമ്മുടെ നിവിൻ എടുത്തു ചോദിക്കാൻ കാരണം നിവിൻ പോളിയുടെ ക്യാരക്ടർ ഭയങ്കര നോട്ട് ചെയ്തൊരു ക്യാരക്ടർ ആ ദിവസം ആ ഷൂട്ടില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ ചെറിയ ആൺമക്കൾ എന്ന സിനിമയില് ഇപ്പൊ ഒരു ടൈറ്റിൽ നോക്കുമ്പോ തന്നെ നമുക്കൊരു കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇതാണ് ചെറിയ ആൺമക്കൾ. അപ്പൊ എങ്ങനെ മക്കള് ആൺകുട്ടികളാണ്, രണ്ട് ആൺപിള്ളേരാണ് മെയിൻ ആയിട്ട് ഈ കഥയെ കൊണ്ടുപോകുന്നത്. അവരുടെ ചില കാണിക്കലുകളാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ജെറി വന്നതിന് ശേഷം ഉണ്ടാവുന്ന ഈ വൈഫിന്റെ അടുത്തു നിന്നാണെങ്കിലും പിള്ളേരുടെ അടുത്തു നിന്നാണെങ്കിലും ആ ഒരു വെൽക്കം കിട്ടുന്നില്ല, ആ ഒരു സ്വീകാര്യത കിട്ടുന്നില്ല. ഒരു ഹസ്ബൻഡ് വരുന്നതോ അല്ലെങ്കിൽ അച്ഛൻ വരുന്നതായിട്ടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു പരിഗണന കിട്ടാതെ വരുമ്പം ജെറി ഫേസ് ചെയ്യുന്ന അത് എന്തുകൊണ്ട് അതിന്റെ ബാക്കിലുള്ള റീസൺ എന്നൊക്കെ പലരും വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല. പക്ഷെ ഇതൊക്കെ പല വീട്ടിലും നടക്കുന്നുമുണ്ട്. പക്ഷെ ആർക്കും അത് പുറത്ത് പറയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ചില കാര്യങ്ങൾ. ഇപ്പൊ ഐശ്വര്യക്ക് നേരത്തെ പറഞ്ഞല്ലോ ബോൾഡ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ക്യാരക്ടർ വൈസ് അല്ല, ഇന്ന വേഷം ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പോലീസ് ക്യാരക്ടർ ചെയ്യണം എന്റെ മനസ്സിൽ ഇപ്പൊ വന്നോളൂ, ഐശ്വര്യ പോലീസ് ക്യാരക്ടർ ചെയ്ത് ഞാൻ എടുത്ത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു റോളാണ്. എനിക്കും തോന്നിയായിരുന്നു ഭയങ്കര ഫുൾ ഓഫ് അല്ലേ, ഒരു IPS ഓഫീസർ, ഹൈറ്റും ഫിസിക്കൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ എന്താ റിയൽ ലൈഫിൽ അങ്ങനെ പോലീസ് ആണെന്നുണ്ടായിരുന്നോ? റിയൽ ലൈഫിൽ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. ആക്ച്വലി ഞാനൊരു ഡാൻസർ ആണ്. ചെറുതിൽ തൊട്ടേ ഡാൻസർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പൊ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അത് വിട്ടിട്ട് വീണ്ടും ഞാൻ ഡാൻസിലോട്ട് വന്നിട്ട് ഇപ്പം ഡാൻസ് തന്നെ മെയിൻ ആയിട്ട് കൊണ്ടുവരും. എങ്ങനെ ക്ലാസിക്കൽ ഞാൻ പഠിക്കുന്നുണ്ട്. ഞാൻ ആക്ടർ വിനീത് സാറിന്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. സാറിന്റെ സ്റ്റുഡന്റ് ആണ് ഞാൻ. ഇപ്പൊ ഞാനൊരു ഡാൻസ് സ്റ്റുഡിയോ ഇട്ടു, അവിടെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്.